ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി വന്നത്, നിങ്ങൾക്ക് വേണ്ടി വന്നത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. നിങ്ങൾ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾ ജീവിച്ചിരിക്കും. എന്നാൽ ഇന്ന് പകൽ എല്ലാം അവസാനിച്ചു, ഇനി മുൻപോട്ടൊരു യാത്രയില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ ചിന്തയ്ക്ക് പുറകിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പിശാച് വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നശിച്ചു കാണണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ യേശു നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. യേശു എന്തിനാണെന്ന് വന്നത്? എല്ലാം തീർന്നു എന്ന് പിശാച് പറഞ്ഞെടുത്തെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് തുടങ്ങി വയ്ക്കാനാണ്. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ദൈവം ഇന്ന് പകൽ ചില പുതിയ ആരംഭങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോവുകയാണ്. പിശാച് മുടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചുകൊണ്ട് ദൈവം നിങ്ങളിൽ ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ വചനത്തെ വിശ്വസിക്കണം. വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദമാണ്. വചനം ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താനുള്ള ശക്തിയുണ്ട്. ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കാൻ പോവുകയാണ്. ഒന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ അധൈര്യപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം, രക്ഷകനായ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ അരികത്തുണ്ട്. അവൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനാണ്. അവൻ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. നീ തകരുകയില്ല, നീ അവസാനിക്കുകയില്ല, നിന്റെ കുടുംബം നശിക്കുകയില്ല, നിന്റെ തലമുറകൾ നശിക്കുകയില്ല. അത് ഇന്ന് പകൽ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. വിശ്വസിക്കുക. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കയില്ല. കാരണം നിങ്ങൾക്ക് പകരമായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യേശു മരിച്ചു. നിങ്ങൾ മരിക്കുകയില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചത് ഇന്ന് നിങ്ങൾ ചുമക്കുന്ന നിങ്ങളുടെ സകല വേദനകളും ആകുല ചിന്തകളും ഭാരങ്ങളൊക്കെ ചുമന്നുകൊണ്ടാണ്. ഇന്ന് പകൽ നിങ്ങൾ ചുമക്കുന്ന ഈ ഭാരങ്ങളെല്ലാം നിങ്ങളെ വിട്ടൊഴിയാൻ പോവുകയാണ്. ഇനി നിങ്ങളത് ചുമക്കണ്ട, നിങ്ങൾക്കത് ചുമക്കേണ്ടി വരികയില്ല. കാരണം യേശു അത് ചുമന്നിരിക്കുകയാണ്. വിശ്വസിക്ക്. അവൻ നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു. ഇന്ന് പകൽ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടുന്ന പാപത്തിൻ്റെ പ്രവൃത്തികളെ യേശു കർത്താവ് കാൽവറിയിൽ തകർത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. എന്നാൽ അവൻ 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റത് നിനക്ക് വേണ്ടിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് ഇന്ന് പകൽ നിനക്കൊരു വിടുതൽ തരാൻ വേണ്ടിയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. ഒരു പുതിയ ആരംഭം ദൈവം നിങ്ങളിൽ തുടങ്ങും. നിങ്ങളുടെ കുടുംബം നശിക്കുകയില്ല, തലമുറകൾ നശിക്കുകയില്ല. നിങ്ങൾക്ക് ഇനിയും യാത്രയുണ്ട്. നിങ്ങളുടെ തലമുറകൾക്ക് ഒരു ശുഭഭാവിയുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകൽ വിടുതലിൻ്റെ ദിവസമാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ
മരിച്ചാലും ജീവിക്കും. ഇത് മരണത്തെ ജയിച്ച വചനമാണ്. മരണത്തിൻ്റെ ശക്തികൾ നിന്നെയോ നിന്റെ കുടുംബത്തെയോ തലമുറയോ തൊടുകയില്ല. യേശുക്രിസ്തു ഇന്ന് പകൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സ്വാതന്ത്ര്യം നിങ്ങളിൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.